ഇനി കണ്ണൂരിലേക്ക് അജീഷ് ജയകുമാർ ചേരുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂരിലെത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അജീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ്കൻ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണ് കണ്ണൂരിലെത്തുന്നത്. ഒരു UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ ഒരു ഊർജ്ജം പകരാൻ വേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹം കണ്ണൂരിലെത്തുന്നതെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം പങ്കെടുക്കുന്ന ഈ പൊതുസമ്മേളന വേദിക്ക് മുന്നിലാണ്. ഇവിടെ 10:30-ക്കാണ് രാവിലെ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഈ പോലീസ് മൈതാനിയിലാണ്. അവിടെയാണ് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുക. അതിനുശേഷം ഈ മൈതാനത്തിലേക്ക് വരും, ഇവിടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് പരിപാടികളൊക്കെ. ഇന്നിവിടെ കണ്ണൂർ ജില്ലയിലെ എല്ലാ UDF സ്ഥാനാർത്ഥികളൊപ്പം തന്നെ ACC ജനറൽ സെക്രട്ടറിമാർ, APC പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ വേദിയിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും കണ്ണൂരിൽ സംബന്ധിച്ചിടത്തോളം, വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന് ഒരുപാട് സീറ്റുകൾ അവർക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് അവർക്ക് അവരുടെ അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരു VIP രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിറങ്ങി അവരെ സ്ഥാനാർത്ഥികളെ അവർക്ക് ഊർജ്ജം നൽകാൻ വേണ്ടി നേരിട്ടിറങ്ങും. എന്തായാലും ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ എന്തായാലും രാഹുൽ ഗാന്ധി എത്തുന്നതോടെ കുറച്ചും കൂടി ശക്തി പകരുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും ഈ മത്സരത്തിൽ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിനകത്ത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഈ കണ്ണൂരിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 11 മണ്ഡലത്തിലും വളരെ തീവ്രമായ പ്രചരണമാണ് ഐക്യജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്നത്. അതിന് കൂടുതൽ ഊർജ്ജം നൽകുന്ന, അതിന് കൂടുതൽ കരുത്ത് നൽകുന്ന, അതിന് കൂടുതൽ ശക്തി നൽകുന്ന ഒരു സാന്നിധ്യമാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം. തീർച്ചയായും ഇത് നമുക്കറിയാം, 11 സീറ്റിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയ സാധ്യത നിലനിൽക്കുകയാണ്. പയ്യന്നൂരായാലും അതുപോലെ തന്നെ തളിപ്പറമ്പിലായാലും ഇതൊക്കെ കൂടുതൽ ഊർജ്ജത്തോടുകൂടി നമ്മുടെ പ്രവർത്തകന്മാരും വോട്ടർമാരുമെല്ലാം അത് കൂടുതൽ ഊർജ്ജത്തോടുകൂടി സ്വീകരിക്കും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മലബാറിൽ 2 സ്ഥലത്ത് മാത്രമാണ് പ്രസംഗിക്കുന്നത്. ഒന്ന് കണ്ണൂരിലും അതുപോലെ തന്നെ കല്ലാച്ചിയിലും. ഓക്കെ, എന്തായാലും ഈ കണ്ണൂരിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹം നേരെ കല്ലാച്ചിയിലായിരിക്കും പോകുന്നത്, നാദാപുരം. അതിനുശേഷം അവിടെ ബാലുശ്ശേരിയിലടക്കം ബസ് യാത്രയുണ്ടാവും. പിന്നെ വൈകിട്ട് കൊയിലാണ്ടിയിൽ റോഡ് ഷോ അടക്കം ഉണ്ടാകും. എസ്കെയിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.